എല്ലാവർക്കും സുഡ് സൊല്യൂഷൻസ് ഫോർ യുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഗർഭിണിയും പ്രാണായാമയും എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. അപ്പോൾ ഗർഭകാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസാണ് പ്രാണായാമ. അപ്പോൾ എന്താണ് പ്രാണായാമ, അത് ചെയ്താൽ ഗർഭിണിക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വേഗം വീഡിയോയിലേക്ക് കിടക്കാം. പ്രാണ എന്ന് പറഞ്ഞാൽ എനർജി, യാമ എന്ന് പറഞ്ഞാൽ നിയന്ത്രണം. നമ്മുടെ ശരീരത്തിനുള്ളിലെ എനർജിയെ നിയന്ത്രിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു എക്സസൈസാണ് പ്രാണായാമ. ഗർഭിണികളിൽ പ്രാണായാമ എങ്ങനെയാണ് സഹായകരമാകുന്നതെന്നല്ലേ? ഗർഭിണികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നോസിയ, മോർണിംഗ് സിക്നസ്, വൊമിറ്റിംഗ്, നമുക്ക് ഛർദി, മനം പുരട്ടൽ പ്രശ്നങ്ങളൊക്കെ വളരെ ധാരാളമായി ഉണ്ടാവുന്നുണ്ട്. സ്ഥിരമായി പ്രാണായാമ ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പ്രാണായാമ ചെയ്യുമ്പോൾ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയും മെല്ലെ പുറന്തള്ളുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനുള്ളിലെ ഓക്സിജനേഷൻ വളരെ നന്നായി നടക്കുകയും ഓരോ സെൽസിലും ഓക്സിജൻ നന്നായി എത്തുകയും ചെയ്യുന്നു. അതുമാത്രമല്ല നമ്മുടെ ബേബിയുടെ സെൽസിലേക്കും ഓക്സിജൻ്റെ ഫ്ലോ നന്നായി നടക്കുന്നു. അതുമൂലം ബേബി ഗ്രോത്തിനെ അത് വളരെയധികം സഹായിക്കുന്നു. ഈ പ്രാണായാമ ചെയ്യുന്നത് മൂലം നമ്മുടെ ബ്രെയിൻസ് ഒരുപാട് ഹോർമോണുകളെ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഹോർമോൺ എല്ലാം തന്നെ സ്ട്രെസ് റിലീവേഴ്സ് ആണ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന അനാവശ്യമായ സ്ട്രെസ്സുകളെയെല്ലാം റിലീവ് ചെയ്യാൻ നമ്മളെ ഇത് സഹായിക്കുന്നുണ്ട്. ഗർഭകാലത്ത് നമുക്കുണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് ഹൈ ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ. ഈ പ്രശ്നങ്ങളെയൊക്കെ തന്നെ പരിഹരിക്കാൻ പ്രാണായാമം നമ്മളെ സഹായിക്കുന്നു എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ നമുക്കറിയാം ലേറ്റസ്റ്റ് സ്റ്റേജസ് ഓഫ് പ്രഗ്നൻസി എത്തുന്ന സമയത്ത് നമ്മുടെ യൂട്രസ് താഴെ നിന്നും മുകളിലേക്ക് കയറാൻ തുടങ്ങുന്നു, നമ്മുടെ ബേബി വളരുന്ന അനുസരിച്ച്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലങ്സിന് പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കറിയാം നമുക്ക് ശ്വാസം മുട്ടൽ, കിതപ്പ്, നടക്കാൻ പറ്റുന്നില്ല, അതുപോലത്തെ ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അവസാനത്തെ മാസങ്ങളിലായിട്ട് നേരിടുന്നുണ്ട്. എന്നാൽ സ്ഥിരമായി പ്രാണായാമം ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. എപ്പോഴും പ്രാണായാമം ചെയ്യാനായി നമ്മൾ വായുസഞ്ചാരമുള്ള ഒരു മുറി നോക്കി തിരഞ്ഞെടുക്കുക. ഇനി വായുസഞ്ചാരമുള്ള മുറിയിൽ തന്നെ ഇരുന്ന് ചെയ്യണം എന്ന് നിർബന്ധമില്ല. നമുക്ക് തുറസായ സ്ഥലത്തിരുന്നും പ്രാണായാമം ചെയ്യാവുന്നതാണ്. എപ്പോഴും രാവിലെ സമയത്ത് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ലഘുവായ ഭക്ഷണം കഴിച്ചതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് പ്രാണായാമം ചെയ്യാം. ഇനി ഹെവി ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിച്ചു പോയെന്നുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം പ്രാണായാമം ചെയ്യുക. രാവിലെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ആയാലും ഇത് ചെയ്യാവുന്നതാണ്. ഇനി പ്രാണായാമം ചെയ്യാനായി നമുക്ക് അത്യാവശ്യമായി വേണ്ട മറ്റൊരു സാധനമാണ് ഒരു യോഗ മാറ്റ്. എപ്പോഴും ഒരു യോഗ മാറ്റിൽ ഇരുന്നതിന് ശേഷം മാത്രം പ്രാണായാമം ചെയ്യുക. ഇനി യോഗ മാറ്റ് എല്ലാവരുടെ അടുത്തും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഒരു പായിട്ടായാലും നമുക്ക് പ്രാണായാമം ചെയ്യാം. ഇനി പായോ ഇല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് വിരിച്ച് അതിന് മുകളിലിരുന്നായാലും ഇത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഗർഭിണികൾക്ക് ഒരു പക്ഷേ നിലത്ത് ഇരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാവാം. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്കൊരു കസേരയിലിരുന്നും ഇത് ചെയ്യാം. അപ്പോൾ എപ്പോഴും പ്രാണായാമം ചെയ്യാനായി നമ്മൾ പായിലിരിക്കുമ്പോൾ നമുക്ക് പത്മാസനത്തിലിരിക്കാം, അല്ലെങ്കിൽ വജ്രാസനത്തിലിരിക്കാം. ഇനി നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഇരുന്ന് ഇത് ചെയ്യാവുന്നതാണ്. സുഖാസനത്തിലിരുന്നും ചെയ്യാം. ഇപ്പം ഞാനിരുന്ന് ചെയ്യുന്ന സുഖാസനത്തിലാണ്. എനിക്ക് കാലും മടക്കി ഇരുന്ന് ചെയ്യാൻ നമുക്കറിയാം ഗർഭകാലത്ത് നമുക്കൊരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പോസ്ചർ ഏതാണോ അതുപോലെ ഇരുന്നതിന് ശേഷം പ്രാണായാമം ചെയ്യാവുന്നതാണ്. പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ശുദ്ധിയായിരിക്കുക. നമുക്കിപ്പോൾ പ്രഭാത കർമ്മങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം ചെയ്യുന്നതാണ് നല്ലത്. ഗർഭകാലത്ത് ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ കഴിയുന്നത്ര ശരീരം ശുദ്ധിയാക്കിയതിന് ശേഷം മാത്രം പ്രാണായാമം ചെയ്യുക. ഇനി നമുക്ക് എങ്ങനെയാണ് പ്രാണായാമം ചെയ്യേണ്ടതെന്ന് നോക്കാം. പ്രാണായാമം ചെയ്യുന്നതിനായി ആദ്യമായി നമ്മൾ നമ്മുടെ നട്ടെല്ല് നിവർത്തി വെക്കുക. അപ്പം എപ്പോഴും പ്രാണായാമം ചെയ്യുന്ന സമയത്ത് നട്ടെല്ല് നിവർന്നിരിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പോൾ നമുക്ക് ഗർഭകാലത്ത് ഒരു പക്ഷേ അങ്ങനെ നട്ടെല്ല് നിവർത്തിയിരിക്കാൻ പറ്റണമെന്നില്ല. നടുവേദന പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവർക്ക് അത് ബുദ്ധിമുട്ടാവാം. അങ്ങനെയുള്ളവർ ഒന്നെങ്കിൽ ഒരു കസേരയിൽ ഇരുന്ന് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഭിത്തിയോട് ചേർന്നിരുന്നിട്ട് നമുക്കൊരു സപ്പോർട്ട് കൊടുത്തിരുന്ന് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെ ഇരുന്നാലും നമ്മൾ കംഫർട്ടബിൾ ആയിട്ടിരുന്ന് നട്ടെല്ല് നിവർത്തി വെച്ചതിന് ശേഷം മാത്രം പ്രാണായാമം ചെയ്യുക. ഇനി പ്രാണായാമം ചെയ്യുന്നതിനായി ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കൈ എടുത്തിട്ട് ചിന്മുദ്ര, ഇതാണ് ചിന്മുദ്ര, നമ്മുടെ ചൂണ്ടുവിരലും തമ്പും കൂടെ ചേർത്ത് പിടിക്കുക. അപ്പോൾ ഈ ചിന്മുദ്രയിൽ പിടിച്ചതിന് ശേഷം ഒട്ടും പ്രഷർ കൊടുക്കരുത്. ചിന്മുദ്രയിൽ പിടിച്ചതിന് ശേഷം നമ്മുടെ 2 മുട്ടുകളിലെ മുകളിലായിട്ട് 2 കൈയും വെക്കുക. അതിനുശേഷം കണ്ണുകൾ അടച്ച് നമ്മൾ നമ്മുടെ ശ്വാസത്തിൽ തന്നെ
ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ ചെയ്യുക. ഇത് ചെയ്യാനുള്ള കാരണം ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ മറന്ന് നമ്മളിലേക്ക് തന്നെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ് ചിന്മുദ്രയിൽ 2 കൈയും പിടിച്ചതിന് ശേഷം നമ്മുടെ 2 മുട്ടിൻ്റെ മുകളിലായി വെക്കുക. അതിനുശേഷം നോർമലായിട്ട് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നതിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. പ്രാണായാമം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള മുദ്ര എന്ന് പറയുന്നത് നമ്മുടെ തമ്പ് പുറത്തേക്ക് നിൽക്കണം. തമ്പ് പുറത്തേക്ക് നിൽക്കുക. അതുപോലെ മോതിര വിരലും ചെറുവിരലും കൂടെ പുറത്തേക്ക് നിൽക്കുക. ബാക്കിയുള്ള 2 വിരലുകളെ മടക്കി പിടിക്കുക. അപ്പോൾ ഈ മുദ്രയാണ് നമ്മൾ പ്രാണായാമം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വലത് മൂക്ക് നോസ്ട്രിൽ നമ്മുടെ ഈ തമ്പ് വെച്ച് അടച്ചു പിടിക്കുക. അടച്ചു പിടിച്ചതിന് ശേഷം നമ്മൾ ഈ ഇടത് മൂക്കിൽ കൂടെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. നമുക്ക് എത്രത്തോളം കംഫർട്ടബിൾ ആയിട്ട് വലിക്കാൻ സാധിക്കുമോ അതുപോലെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഇടത് മൂക്ക് അടച്ചു പിടിച്ചിട്ട് വലത് മൂക്കിൽ കൂടെ സാവധാനം ആ ശ്വാസം പുറത്തേക്ക് കളയുക. അപ്പോൾ എത്ര സ്പീഡിലാണോ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി സമയമെടുത്ത് മാത്രമേ നമ്മൾ ശ്വാസം പുറത്തേക്ക് കളയാൻ പാടുള്ളൂ. ആ സമയത്ത് ഇടത് കൈ ചിന്മുദ്രയിൽ തന്നെ ഇവിടെ പിടിക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഒരു വട്ടം കാണിച്ചു തരാം. ആദ്യം നമ്മൾ ബ്രീത്ത് ഇൻ, ഗർഭിണികൾക്ക് ഇതിനേക്കാളും നല്ലൊരു എക്സസൈസ് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പം എല്ലാവരും ഈ എക്സസൈസ് ചെയ്യുക, ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകുക. ഗർഭിണികൾക്ക് മാത്രമല്ല കേട്ടോ, ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് പ്രാണായാമ. ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതൊരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഇത് എത്തിക്കാൻ വേണ്ടി എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കുക. പ്രാണായാമ ചെയ്യുക എന്നത് എത്ര സിമ്പിളാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ? ഗർഭകാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു എക്സസൈസ് കൂടിയാണ് പ്രാണായാമ. ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ബേബിക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. ബേബിയുടെ വളർച്ച ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ അനാവശ്യമായ ഉത്കണ്ഠയും സ്ട്രെസ്സിനെയും ഒക്കെ എടുത്തു മാറ്റാൻ ഇത് സഹായിക്കുന്നു. അത് മാത്രമല്ല, ദിവസേന പ്രാണായാമ ചെയ്താൽ നമ്മൾ ദിവസം മുഴുവൻ ഫ്രഷ് ആയിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. വീണ്ടും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.